മാർക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ NIOS 2026 ഒക്ടോബർ ബാച്ചിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ്. നമുക്ക് TMA അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലാത്തവരൊക്കെ ഇനി 3 മാസം കൂടിയാളൂ പെട്ടെന്നൊക്കെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ TMA കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ TMA എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക, എന്തൊക്കെയാണ് TMAയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. അപ്പോൾ TMA എങ്ങനെയാണ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ടോട്ടൽ NIOSൽ ടോട്ടൽ ഇവാലുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിലാണല്ലോ. അതിൽ തന്നെ 20 മാർക്കാണ് TMAയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. നമ്മൾ റെഗുലർ സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CE മാർക്ക് അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് എന്ന് പറയും. NIOSൽ വരുന്ന സമയത്ത് അത് TMA ആണ്, ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ്. അപ്പോൾ ഈ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളിപ്പം ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ChatGPT നോക്കിയിട്ടൊക്കെ വെറുതെ എന്തെങ്കിലും എഴുതി വെക്കുന്നതിന് പകരം നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് അതാത് ക്രമത്തിൽ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ എഴുതി അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 20ൽ 20 മാർക്കും ലഭിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു 20 മാർക്ക് എന്ന് പറയുമ്പം ചെറിയൊരു മാർക്കാണ്, അത് വെറുതെ മിസ്സാക്കി കളയേണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് 20 മാർക്ക് ഫുള്ളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നീട് ചെറിയൊരു മാർക്ക് മതി എക്സാമിലേക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഈ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സിൽ നമുക്ക് 20 മാർക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാർക്സിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അവരുടെ ബാക്കെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളാണ് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവർ അതേപോലെ എഴുതിയിട്ട് നമുക്ക് തിരിച്ചയച്ചു തന്നാൽ മതി, നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വേറെ ഏതെങ്കിലും പുറത്തുള്ള സ്റ്റുഡൻസ് ഇപ്പം ഏതെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്സിൻ്റെ ആപ്പിലൂടെ ലഭിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ഈ TMA പോർഷൻ എന്ന് പറയുമ്പോൾ TMAയിൽ 20 മാർക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ 20 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പുറത്തുള്ള സ്റ്റുഡൻസ് ആണ്, സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാമിന് പോകുന്ന സ്റ്റുഡൻസ് ആണ്, TMAനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ബാക്കെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ TMAയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. TMAയിൽ നമുക്കിപ്പം ടോട്ടൽ 5 സബ്ജക്റ്റ് അല്ലെങ്കിൽ 6 സബ്ജക്റ്റാണ് NIOSൽ വരുന്നത്. അതിൽ തന്നെ TMA എന്ന് പറയുമ്പം 1 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാനും ബാക്കി 6ാമത്തെ ക്വസ്റ്റ്യന് പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് അസൈൻമെന്റും 6ാമത്തത് പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പം ഇനി എക്സാം ഒക്കെ എടുക്കാനായി ആർക്കെങ്കിലും ഏതെങ്കിലും ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം എക്സാമിലേക്കൊക്കെ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ്, ഇനി 3 മാസം കൂടിയുള്ളൂ. നിങ്ങൾ വെറുതെ ശ്രദ്ധ തിരിച്ചു വിട്ട് എക്സാമിൻ്റെ മാർക്കൊന്നും കുറയ്ക്കാൻ നിൽക്കണ്ട. അപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലാസ്സസ് കാണുക. ക്ലാസ്സസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Earn Marks, your perfect learning partner.